പുണർദം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാം. മിഥുനക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലവും കർക്കിടകക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളുമാണ് ഉണ്ടാവുന്നത്. മിഥുനക്കൂറുകാരുടെ 2ാം ഭാവത്തിലൂടെയും 3ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പുതിയ വിദ്യകൾ അഭ്യസിക്കുവാൻ ഇടവരും. പഠിച്ച ജോലി നേടുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയമാണ്. 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കുറച്ച് മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പിണങ്ങുവാനോ സഹോദരങ്ങളോട് പിണങ്ങുവാനോ സാധ്യതയുണ്ട്. ദേഷ്യം, വാശി എന്നിവയൊക്കെ നിയന്ത്രിക്കണം. അമിതമായ ധൈര്യപ്രകടനങ്ങൾ ഒഴിവാക്കണം. ഈശ്വരാധീനം കുറയുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. 2027 ജനുവരിയോടുകൂടി വീണ്ടും 2-ലേക്ക് വ്യാഴം പ്രവേശിക്കുകയും 2027 ജൂൺ മാസം വരെ 2-ൽ തുടരുകയും ചെയ്യും. കർക്കിടകക്കൂറുകാർക്ക് നിങ്ങളുടെ ജന്മരാശിയിലൂടെയും 2ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ വളരെ അനുകൂലമായ സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനും ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുവാനും ദീർഘകാലമായി അലട്ടുന്ന അസുഖങ്ങളൊക്കെ മാറുവാനും യോഗമുണ്ടാവും. 2-ലെ വ്യാഴം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കും. പുതിയ വിദ്യകൾ പഠിക്കുവാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. നല്ല ഫലങ്ങളെ അനുഭവിക്കുന്നതിനായിട്ടും മോശം ഫലങ്ങളെ തരണം ചെയ്യുന്നതിനായിട്ടും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുരുഷ സൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നിവ വഴിപാടായി കഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക.